നമ്മളിതേ ഒരു തണ്ണിമത്തന്റെ തൈയാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബക്കറ്റിനകത്തുനിന്ന് വളർന്നു കയറാൻ ഇവർക്ക് ഒരു ചെറിയ വെർട്ടിക്കൽ ആയിട്ടുള്ള പന്തലിട്ട് കൊടുക്കുവാണേ. യാതൊരു കാശ് ചെലവും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെയുള്ള ഓലമടൽ, ഏതായാലും ഓലമടൽ വീണ് കഴിയുമ്പം അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇപ്പം തീ കത്തിക്കുന്ന വീടുകളാണെങ്കിൽ വളരെ കുറവാണ്. ചിലപ്പോഴാണ് ഇനിയുള്ള അങ്ങനത്തെ സാഹചര്യം വന്നെത്തിച്ചേർന്നേക്കാം, ഗ്യാസ് കിട്ടാനില്ലാതെ വരുവാണല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു കമ്പ് കുത്തിക്കൊടുത്തു. ഇനി ഇതേപോലെ ഒരു 2 കമ്പും കൂടെ കുത്തിക്കൊടുത്താൽ വെറും 3 കമ്പിന് ഒരു ഒന്നാന്തരം പന്തല് റെഡി. കമ്പ് ഇവിടെ നമ്മൾ കുത്തി. ഒരു കമ്പ് ഞാൻ അപ്പുറത്തെ സൈഡിലാണ് കുത്തുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ കുത്തിയിട്ട് കാണിക്കാം. കണ്ടോ, ഇത് അവിടെ ഇവിടെയെല്ലാം ഉടക്കുന്നതുകൊണ്ട്, ഇവിടെയൊക്കെ ചെടികളും ചെടിക്കുള്ള വള്ളികളും അങ്ങനെയൊക്കെ വെച്ചിരിക്കുമല്ലേ. അപ്പോൾ അത് ഉടക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് മണ്ണിലോട്ടൊന്ന് എത്തിക്കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ദേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഈ ചെടിയുടെ ഇലകളിലോട്ട് നേരിട്ട് വെയിലടിക്കാതെ ഇരിക്കും, അവർക്ക് പടർന്നു കയറാൻ സൗകര്യമാണ്. ഇനി എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് അപ്പം നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ കാണിക്കുമല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കിളുക്കുന്നുണ്ടോ, ഇതേപോലെ പടർന്നു കയറുന്നുണ്ടോ എന്നൊക്കെ. കണ്ടോ, വെറും 3 ഓലമടലിൻ്റെ കമ്പ് മതി, സൂപ്പർ പന്തൽ റെഡി.